ലൈംഗിക അതിക്രമ കേസിൽ നടൻ മണിയൻപിള്ള രാജുവിനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഡാ തടിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ ഫോർട്ട് കൊച്ചി പോലീസാണ് കേസെടുത്തിരുന്നത്. എസ് ശരൺ തന്നെ വിവരങ്ങൾ നൽകും. ശരൺ, മണിയൻപിള്ള രാജുവിനെതിരായ പരാതിയിലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം. അതിലെന്തൊക്കെയാണ് കണ്ടെത്തലുകളുള്ളത് മണിയൻപിള്ള രാജുവിനെതിരെ? ദിവ്യ, മണിയൻപിള്ള രാജുവിനെതിരെയും തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. സാക്ഷിമൊഴികൾ അടക്കം ശേഖരിച്ചു കൊണ്ടുള്ളൊരു കുറ്റപത്രമാണ് കഴിഞ്ഞ ദിവസം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. ഈ മുകേഷ് MLA-ക്കെതിരെ ആരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിയായ നടി തന്നെയാണ് മണിയൻപിള്ള രാജുവിനെതിരെയും രംഗത്തെത്തിയിരുന്നത്. അവർ പ്രധാനമായും പറഞ്ഞിരുന്നത് നേരത്തെ ഡാ തടിയ സിനിമയുടെ ഷൂട്ടിംഗ് ചിത്രീകരണം ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്നതിനിടയിൽ തനിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയെന്നുള്ളായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് SIT ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യാൻ ഫോർട്ട് കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നത്. ഈ ഫോർട്ട് കൊച്ചിയിൽ വച്ച് നടന്ന നിലയിലാണ് ഫോർട്ട് കൊച്ചി പോലീസ് നിർദ്ദേശം നൽകുകയും ഫോർട്ട് കൊച്ചി പോലീസ് 354 ചുമത്തി മണിയൻപിള്ള രാജുവിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നത്. ഈ കേസ് നിലവിൽ വന്നതിന് പിന്നാലെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയും അദ്ദേഹം കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ മണിയൻപിള്ള രാജുവിനെ വിളിച്ചു വരുത്തി SIT ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയ ശേഷമാണ് കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യൽ പൂർത്തിയായിക്കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മണിയൻപിള്ള രാജുവിനെതിരെയും മുകേഷ് MLA-ക്കെതിരായ തെളിവുകൾ പോലെ തന്നെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്.